സ്ഥലം കോഴിക്കോട്. ഒരു ഞായറാഴ്ച ഒരു മനുഷ്യജീവൻ നിശബ്ദമായി അവസാനിച്ചു. സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഒരു വീഡിയോ, അതുണ്ടാക്കിയ മാനസികാഘാതം, ഒടുവിൽ ഒരു ജീവിതം അവസാനിക്കേണ്ടി വന്നു. ഇത് കുറ്റം ചുമത്താനുള്ള വീഡിയോ അല്ല, ഇത് വിധി പ്രസ്താവിക്കാനുള്ള വേദിയുമല്ല. ഇത് നമ്മളെല്ലാവരും ഒരു നിമിഷം നടത്തേണ്ട ആത്മപരിശോധനയാണ്. എല്ലാ മതഗ്രന്ഥങ്ങളും നമ്മോട് പറയുന്ന ഒരു സത്യമുണ്ട്: വാക്കുകൾക്ക് ജീവൻ രക്ഷിക്കാനും ജീവൻ നശിപ്പിക്കാനും കഴിയും. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ്, ഒരു വീഡിയോ, ഒരു ആരോപണം, അത് തന്നെ പൊതുവിചാരണയായി മാറുന്നു. കോടതി സത്യം കണ്ടെത്തും മുമ്പേ, നിയമം തീരുമാനമെടുക്കും മുമ്പേ ഒരു മനുഷ്യഹൃദയം തകരുന്നു. ശ്രീകൃഷ്ണൻ കർമ്മത്തെക്കുറിച്ച് പറഞ്ഞു, അതോടൊപ്പം കരുണയെക്കുറിച്ച്. യേശുക്രിസ്തു സത്യം പ്രസംഗിച്ചു, അതോടൊപ്പം ക്ഷമയെ പഠിപ്പിച്ചു. നബിയും നീതിയെക്കുറിച്ച് പറഞ്ഞു, അതോടൊപ്പം കരുണയും ദയയും ഓർമ്മിപ്പിച്ചു. കരുണയില്ലാത്ത സത്യം ക്രൂരതയാണ്, സഹനമില്ലാത്ത നീതി അക്രമമാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും ഒരപേക്ഷ: ഉടൻ വിധി പറയരുത്, ഉറപ്പില്ലാത്ത കാര്യങ്ങൾ ഷെയർ ചെയ്യരുത്, ഓൺലൈൻ ശിക്ഷയുടെ ഭാഗമാകരുത്. ഒരു പോസ്റ്റ് ഷെയർ ചെയ്യുന്നതിന് മുമ്പ് ചിന്തിക്കുക, ഇത് സത്യത്തെ സഹായിക്കുമോ, അല്ലെങ്കിൽ ഒരു ജീവനെ വേദനിപ്പിക്കുമോ? ചിലപ്പോൾ മൗനം പോലും ധാർമ്മികതയായിരിക്കും. നിങ്ങൾ വിഷമത്തിലാണെങ്കിൽ, ഭയത്തിലാണെങ്കിൽ, അപമാനിതനായി എന്ന് തോന്നുന്നുവെങ്കിൽ ഓർക്കുക, നിങ്ങളുടെ ജീവൻ ഏത് ആരോപണത്തെക്കാളും വിലപ്പെട്ടതാണ്. സോഷ്യൽ മീഡിയ അഭിപ്രായങ്ങളെക്കാളും മഹത്തായതാണ്. സംസാരിക്കുക, സഹായം തേടുക, ഒറ്റപ്പെടരുത്. ഇരുണ്ട രാത്രി എത്ര നീണ്ടതായാലും ഒരു പുലരി തീർച്ചയായും വരും. നഷ്ടമായ ആത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, വേദനിക്കുന്ന കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കാം. നമ്മൾ എല്ലാവർക്കും വിചാരം, സഹനം, കരുണ ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കും. വേഗത്തിലുള്ള വിധികളും അമിതമായ അപമാനങ്ങളും ഇനിയൊരു ജീവനും നഷ്ടപ്പെടുത്താതിരിക്കട്ടെ. നന്ദി.